കെഎസ്ആർടിസി സിഎംഡി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടതിനു പിന്നാലെ അവധിയിൽ പ്രവേശിച്ച് ബിജു പ്രഭാകർ. ഈ മാസം 17 വരെയാണ് അവധിയെടുത്തിരിക്കുന്നത്. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറുമായുള്ള നയപരമായ വിയോജിപ്പ് നിലനിൽക്കെയാണ് അവധി. സിഎംഡിയായി ചുമതല ഏറ്റെടുത്ത നാൾ മുതൽ കെഎസ്ആർടിസിയെ മുന്നോട്ട് നയിക്കാൻ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥനാണ് ബിജു പ്രഭാകർ. പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നതിനെ ചൊല്ലി തൊഴിലാളി സംഘടനകളുമായി പലവട്ടം കൊമ്പുകോർക്കേണ്ടി വന്നു. ഭരണപക്ഷ സംഘടനകൾ ഉൾപ്പെടെ സിഎംഡിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നതും കെഎസ്ആർടിസിയുടെ വളർച്ചയ്ക്ക് തടസ്സം സംഘടനകളാണെന്ന വിമർശനം ഫേസ്ബുക്കിലൂടെ ബിജു പ്രഭാകർ നടത്തിയതും ഏറെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എങ്കിലും താൻ ചുമതല നിർവഹിക്കുന്ന സിഎംഡി പദവിയും ഗതാഗത സെക്രട്ടറി പദവിയും ഒഴിയില്ല എന്ന നിലപാടിലായിരുന്നു ബിജു പ്രഭാകർ. ഇതിനിടെ ദീർഘാവധിയിൽ പ്രവേശിച്ച് വിദേശത്ത് പോവുകയും ചെയ്തിരുന്നു. പുതിയ മന്ത്രി ചുമതലയേറ്റ ശേഷം തിരിച്ചുവന്ന ബിജു പ്രഭാകർ ഒരു ദിവസം മാത്രമാണ് ഓഫീസിൽ വന്നത്. ഇലക്ട്രിക് ബസിനെ ചൊല്ലി മന്ത്രി ഗണേഷ് കുമാറും സിഎംഡിയും തമ്മിൽ നയപരമായ ഭിന്നത ഉടലെടുത്തിരുന്നു. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമെന്ന് മന്ത്രി പറഞ്ഞതിന് പിന്നാലെ ലാഭത്തിലെന്ന് ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ട് സിഎംഡി സമർപ്പിച്ചതും ആ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് കിട്ടിയതും മന്ത്രിയെ ചൊടിപ്പിച്ചിരുന്നു. ഇതിൽ സിഎംഡിയോട് വിശദീകരണം തേടുകയും ചെയ്തു. നയപരമായ പല കാര്യങ്ങളും ഗണേഷ് കുമാർ ഏകപക്ഷീയമായി തീരുമാനിക്കുന്നുവെന്ന ആക്ഷേപവും ഉയർന്നു. പദവിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകുകയും ചെയ്തു. എന്നാൽ തുടർ നടപടി ഉണ്ടാകാത്തതിനാൽ ഇപ്പോൾ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മാസം 17 വരെയാണ് അവധി. ബിജു പ്രഭാകറിന്റെ അപേക്ഷ ഈ മന്ത്രിസഭാ യോഗം പരിഗണിക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം.